ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ, പീഡിയാട്രീഷ്യനാണ്. കുട്ടികളിലെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സ്ക്രീൻ ടൈം എന്നത്. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെയും നിങ്ങളുടെ കുട്ടികൾ എത്ര പേര് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും രോഗങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ കോൺഷ്യസ് ആണ്, വളരെ ബോധേഡാണ്. പക്ഷേ സ്ക്രീൻ ടൈം എന്നുള്ളത് ഒരു പ്രശ്നമാണെന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളിപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. കുട്ടികളിൽ എത്രത്തോളം സ്ക്രീൻ ടൈം ആകാം, എന്തൊക്കെയാണ് സ്ക്രീൻ ടൈം അധികമായുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമുക്ക് സ്ക്രീൻ ടൈം ഒട്ടും പാടില്ല എന്നുള്ളതാണ് റെക്കമെൻഡേഷൻസ്. സ്ക്രീൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് TV, കമ്പ്യൂട്ടർ, ടാബ്, മൊബൈൽ ഫോൺ എല്ലാം ഉൾപ്പെടും. ഇതിൽ തന്നെ മൊബൈൽ ഫോണാണ് അതിൽ വേഴ്സ്റ്റ് തിങ്, ബിക്കോസ് ചെറിയ സ്ക്രീനാണ്. അപ്പോൾ അത് ഏറ്റവും കുറവാക്കി നിർത്താൻ ശ്രദ്ധിക്കുക. 2 വയസ്സിന് താഴെ സ്ക്രീൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. 2 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ പരമാവധി ഒരു 45 മിനിറ്റ്, അറ്റ്മോസ്റ്റ് 1 അവർ ആണ് സ്ക്രീൻ ടൈം അലൗഡ് ആയിട്ടുള്ളത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് 1 to 2 hours കൊടുക്കാവുന്നതാണ്. അതും 2 hours അടുത്തൊന്നും എത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് എത്രത്തോളം സ്ക്രീൻ ടൈം ആവാം എന്നുള്ളതിൻ്റെ ഒരു ഇത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഡ്യൂറേഷൻ ഓഫ് സ്ക്രീൻ ടൈം പോലെ തന്നെ വാട്ട് ഈസ് ദ കണ്ടന്റ് ദാറ്റ് ദേ ആർ വ്യൂവിങ് എന്നുള്ളതും പ്രധാനമാണ്. ഇതിൽ ഏറ്റവും നല്ലതല്ലാത്ത കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ റീൽസ്, 30 സെക്കൻഡ്സുള്ള ചെറിയ റീൽസ്. എപ്പോഴും റൗണ്ട്സിന് പോകുമ്പോഴും ഞാൻ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോഴും ഒക്കെ കാണാറുള്ളത് ചെറിയ കുട്ടികൾ വരെ ഈ റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊട്ടും നല്ലൊരു കാര്യമല്ല. ഈ സ്ക്രീൻ ടൈം കൊണ്ടുള്ള പല കുഴപ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. അതായത് ചെറിയ ഈ 30 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ചെറിയ ഇതുകൾ സ്ക്രോൾ ചെയ്തുകൊണ്ട് ശീലിച്ച കുട്ടികൾ ഒരിക്കലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ അവർ പര്യാപ്തമാകില്ല. ഇത് ഭാവിയിൽ കുട്ടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. പഠിക്കാനും വേറെ കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള കുട്ടികൾക്ക് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. കണ്ണിന് പ്രശ്നങ്ങളുണ്ടാവും സ്ക്രീൻ ടൈം അധികമായി കഴിഞ്ഞാൽ. പിന്നെ കഴുത്ത് വേദന, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു പ്രശ്നമാണ് അവരിലെ ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ സ്കിൽസ് ഇമ്പയർഡ് ആവും. അതായത് സ്ക്രീനിൽ നമ്മൾ ശരിക്കും മോണോലോഗാണ് നടക്കുന്നത്. ഒരു വശത്തേക്ക് മാത്രമേ ഇൻട്രാക്ഷൻ ഉള്ളൂ. മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതിലുള്ള കഥാപാത്രങ്ങളോ എന്തോ നമ്മളോട് പറയുന്നു, നമ്മളത് കേൾക്കുന്നു. തിരിച്ചങ്ങോട്ട് പറയാനോ ഇൻട്രാക്ട് ചെയ്യാനോ യാതൊരു അവസരവുമില്ല. മോണോലോഗുകൾ ഒരിക്കലും കുട്ടിയുടെ ലാംഗ്വേജിനെയോ സോഷ്യൽ സ്കിൽസിനെയോ ഇമ്പ്രൂവ് ചെയ്യില്ല. എപ്പോഴും ഡയലോഗ്, തമ്മിലുള്ള വർത്തമാനം, തമ്മിലുള്ള ആശയവിനിമയം, ഇതാണ് വേണ്ടത്. അത് കുട്ടികളും മാതാപിതാക്കളും തമ്മിലാണെങ്കിലും, കുട്ടികളും കൂടെയുള്ള കൂട്ടുകാരോ സഹോദരന്മാരോ തമ്മിലാണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിൽ സഹപാഠികൾ തമ്മിലാണെങ്കിലും എപ്പോഴും ഡയലോഗ്, ഇൻ്ററാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇത് മാത്രമേ കുട്ടികളിൽ ലാംഗ്വേജും സോഷ്യൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ സഹായകരമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം പ്രധാനമാണ് സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ. രണ്ടാമതായിട്ട്, സ്ക്രീനിൽ വെർച്വൽ ലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടി പലപ്പോഴും അതാണ് യാഥാർത്ഥ്യം എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നു. ഈ വെർച്വൽ ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവാറുണ്ട്. വേറൊരു കാര്യം, സ്ക്രീൻ ടൈമിൻ്റെ പ്രശ്നം സാധാരണ മനുഷ്യരുടെ വിഷമങ്ങൾ, വികാരങ്ങൾ അവയെല്ലാം മനസ്സിലാക്കുന്നതിൽ അവരുടെ ഒരു ഇമോഷണൽ കോഷ്യൻ, എംപതി തുടങ്ങിയ ക്വാളിറ്റീസ് കുട്ടികളിൽ വളരെയധികം കുറയാൻ ഈ വെർച്വൽ വേൾഡിൽ അവർ ജീവിക്കുന്നത് കാരണമാകുന്നു. ഇത് ഭാവിയിൽ അവർക്ക് സമൂഹവുമായി ഇടപഴകുമ്പോൾ തീർച്ചയായും ഒരു ബുദ്ധിമുട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ, ബോഡി പെയിൻ, പിന്നെ അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാവുന്ന ഇത്രയും പ്രശ്നങ്ങൾ എക്സസ് സ്ക്രീൻ ടൈം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഇതൊരു അഡിക്ഷൻ പോലെയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട. നമ്മൾ അഡൽട്സിൽ തന്നെ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കുറച്ച് നേരം നമ്മുടെ നെറ്റ് കണക്ഷൻ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അഡൽട്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാലോ. നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം അധികമായിരിക്കും എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു അഡിക്ഷനാണ്. ഒരഡിക്ഷനും കുട്ടികൾക്ക് നന്നല്ല, ആർക്കും നന്നല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, ദയവായി അവന് ചെറിയ പ്രായത്തിൽ സ്ക്രീൻ കൊടുക്കാതിരിക്കുക. ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഫോണോ മൊബൈലോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കളിച്ച് വളരട്ടെ. അവരോട് കഴിവതും ചെറിയ പ്രായത്തിൽ പാരൻസായി നിങ്ങൾ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ സ്കൂളോ ഡേ കെയറോ എവിടെയെങ്കിലും ചെറിയ പ്രായത്തിൽ വിട്ടാലും കുഴപ്പമില്ല. എനി ഫോം ഓഫ് ഇൻട്രാക്ഷൻ ഈസ് ഗുഡ്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടി എപ്പോഴും ഫോണിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടിയേക്കും. അവർ നമ്മളെ ശല്യപ്പെടുത്തില്ല, അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോളും. പക്ഷേ ഇതുണ്ടാക്കുന്ന ലോങ് ടേം ഇഫക്ട്സ് വളരെ കൂടുതലാണ്. സോ
നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ദയവായി അത് മേടിച്ച് വയ്ക്കുക, സമയമുണ്ടാക്കുക, അവരോട് സംസാരിക്കുക. ഇനി അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ ഓൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കൂളാണെങ്കിലും വേറെ ഏത് രീതിയിലാണെങ്കിലും വായനയുടെ ലോകത്തിലേക്കും വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും അവരെ എൻ്റർടൈൻഡ് ആക്കാൻ, ദോഷകരമല്ലാത്ത രീതിയിൽ അവരെ എൻ്റർടൈൻ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്ക്രീൻ ടൈമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എക്സസ് സ്ക്രീൻ ടൈം എന്നുള്ളത്. ഇതിലേക്ക് വളരെയധികം ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.